ഇ.പി. ജയരാജനെ വെടിവെച്ച് കൊല്ലുന്നതിന് ഗുണ്ടകളെ അയച്ച കെ. സുധാകരൻ പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണനെയും കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നതായുള്ള മൊഴിയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഈ കേസിലെ പ്രതി തലശ്ശേരി സ്വദേശിയും കെ. സുധാകരന്റെ അനുയായിയുമായ ടി.പി. രാജീവിന്റെ മൊഴിയിലാണ് കെ. സുധാകരനും ഇതിൽ പങ്കുണ്ടെന്നുള്ള കാര്യം പുറത്തുവരുന്നത്. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത എന്തെന്നാൽ സുധാകരന്റെ ഭൂതകാലം എത്രത്തോളം ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നുള്ളതാണ്. ഇത്തരത്തിൽ ക്രിമിനൽ മനോഭാവമുള്ള ഇയാളൊക്കെ നാളെ നമ്മുടെ കേരളം ഭരിക്കുകയാണെങ്കിൽ നാട് തന്നെ കുട്ടിച്ചോറാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. രാജീവിന്റെ മൊഴിയുടെ ചുരുക്കം ഇങ്ങനെയാണ്: ഞങ്ങൾ 1-2 ദിവസം ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് റിസർവേഷൻ ചാർട്ട് പ്രകാരം CPM പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങുന്ന CPM നേതാക്കളുടെ പേര് പരിശോധിച്ചു. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ദിവസം ഇ.പി. ജയരാജൻ എന്നും വിജയൻ എന്നും മറ്റുമുള്ള പേര് കണ്ടു. ആ ട്രെയിനിൽ വെച്ച് വിജയനെയോ ജയരാജനെയോ കൊല്ലാൻ തീരുമാനിച്ചു. ഇതായിരുന്നു രാജീവിന്റെ മൊഴിയിൽ പറഞ്ഞ കാര്യം. RSSകാരായ വിക്രം ചാലിൽ ശശിയെയും പേട്ട ദിനേശിനെയും സുധാകരനെ പരിചയപ്പെടുത്തിയതും കൊട്ടേഷൻ കൊടുക്കുന്നതും ഈ മൊഴി നൽകിയ രാജീവനായിരുന്നു എന്നതാണ് പരമാർത്ഥം. കേരളത്തിന് പുറത്തു വെച്ച് കൊലപ്പെടുത്താനായിരുന്നു ഇയാളുടെ ധാരണ. അങ്ങനെയാണ് ചണ്ഡീഗഡിൽ നിന്ന് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങും വഴി ട്രെയിനിൽ വെച്ച് കൊലപ്പെടുത്താനുള്ള പദ്ധതി പ്ലാൻ ചെയ്തതെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. കൊലക്കത്തി കയറേണ്ടത് പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, ഇ.പി. ജയരാജൻ എന്നിവരിൽ ഒരാളായിരിക്കണം. ഇതിൽ മുൻതൂക്കം പിണറായി വിജയനെ ആകണമെന്ന് പറഞ്ഞിരുന്നതായി ടി.പി. രാജീവൻ വെളിപ്പെടുത്തുന്നുണ്ട്. 3 പേരും യാത്ര ചെയ്യുന്ന ട്രെയിനിനാണ് കൊലപാതകം നടത്താൻ തെരഞ്ഞെടുത്തത്. പ്രതികൾ തങ്ങളുടെ ഊഴത്തിനു വേണ്ടി കാത്തുകെട്ടി കിടന്നു എന്ന് തന്നെ പറയാം. അവർ ഊഴം കാത്തു നിൽക്കുമ്പോൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നത് ഇ.പി. ജയരാജനായിരുന്നു. പിന്നെ ഊഴം കാക്കേണ്ടെന്ന് തീരുമാനിച്ച് വെടിയുതിർക്കുകയായിരുന്നു. ഇ.പി.യെ വെടിവെച്ച ശേഷം പുറത്തേക്ക് ചാടി മറ്റൊരു ട്രെയിനിൽ കയറിയ ശശിയെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. തോക്കുകൾ നൽകിയത് കെ. സുധാകരനാണെന്ന് പ്രതികൾ പോലീസിന് അന്ന് തന്നെ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവർ താമസിച്ച തിരുവനന്തപുരത്തെ ശ്രീദേവി ടൂറിസ്റ്റ് ഹോമിൽ നിന്ന് സുധാകരനെ ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തൈക്കാട് ഗസ്റ്റ് ഹൌസിലെ ഫോണിലേക്ക് വിളിച്ചതിന്റെ തെളിവുകൾ പോലീസ് അന്ന് തന്നെ ശേഖരിക്കുകയും ചെയ്തു.